ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ബീഫ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ബീഫ് ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ടും നല്ല ക്രിസ്പിയായും ടേസ്റ്റിയായും വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇത് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള നല്ല മീറ്റ് തന്നെ എടുക്കട്ടെ. യെല്ലോ പാടയൊന്നും ഇല്ലാത്ത കറക്റ്റായിട്ടുള്ള മീറ്റ് മാത്രമായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റുക. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കിലോയോളം ബീഫുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഇനി ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് അത് വേവിച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം ബീഫ് എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ബീഫ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 4 വലിയുള്ളി, 2 തണ്ട് കറിവേപ്പില, കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10 അല്ലിയോളം വെളുത്തുള്ളി, വലിയൊരു പീസ് ഇഞ്ചി, ഇത്ര ഐറ്റംസാണ് അതിലേക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 1 കിലോയോളം ബീഫ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്രയും എണ്ണം. അപ്പോൾ നിങ്ങൾ എത്ര ബീഫ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാ ഐറ്റംസും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വലിയുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള വെള്ളം തന്നെ അത്യാവശ്യം ഇറങ്ങി വരും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫാകുമ്പോൾ കുരുമുളക് പൊടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആ മിക്സിയുടെ സെയിം ജാറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് 2 ബാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ആ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ബീഫ് ഇപ്പോൾ മുഴുവനായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് യെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ ആദ്യം ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 1 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്കാണ് കേട്ടോ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചെടുത്ത സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് സ്ലൈസർ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. അതിന് പകരം റസ്ക് പൊടി എടുത്താലും മതി. അതല്ലെങ്കിൽ റസ്ക് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സിൽ ആദ്യം ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കോഴിമുട്ട കയ്യിലില്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ, കോൺഫ്ലോറിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു മാവാക്കിയിട്ട് എടുക്കട്ടോ. കുറച്ചൊന്ന് ലൂസായ പരുവത്തിൽ ആക്കിയിട്ട് എടുത്താൽ മതി. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്താലും മതി. മുട്ടയ്ക്ക് പകരം കോൺഫ്ലോർ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഫിൻ്റെ മിക്സിൽ നിന്ന് ഇതുപോലെ വലിയൊരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളയാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം കൈൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുക. അതിൻ്റെ ശേഷം ഇതിന് സെൻട്രലായിട്ട് നമുക്കൊരു ഹോൾസ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വടയൊക്കെ റെഡിയാക്കി എടുക്കില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കത് ആ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഒന്ന് ടിപ്പ് ചെയ്തിട്ടെടുക്കുക.
എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, അധികം ടഫൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം വലിയ സൈസിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെറിയതായാലും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മാവ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിലൊന്ന് ഹോളാക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അതിനുശേഷം മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുട്ടയുടെ മിക്സിന് പകരം നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേറെ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഉണ്ടല്ലോ, ഈ ഒരു രൂപത്തിൽ മൊത്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് റസ്ക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സാധാ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ഡോണട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഓൾറെഡി ആദ്യം നമ്മൾ വേവിച്ച് എടുത്തതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക എന്നുള്ള സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം നമുക്കിതിന് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. കണ്ടല്ലോ, ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്തു മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കാണാനായാലും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതാ ഞാനിപ്പോൾ മുഴുവൻ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ മയോണൈസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക. കാരണം ബീഫ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ്. പുറം ഭാഗം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ കഴിക്കുക, ചൂടോട് കൂടെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.